ഒരിക്കൽ ഒരിക്കലെങ്കിലും സ്വന്തമായൊരു റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അല്ലേ? അടുക്കളയിൽ നിന്ന് ഉയർന്നുവരുന്ന ആ സുഗന്ധം അത് മനുഷ്യരെ മോഹിപ്പിക്കുന്ന ഒരു മാന്ത്രിക ശക്തിയാണ്. നല്ല ഭക്ഷണം വിളമ്പുക, അത് കഴിക്കുന്നവരുടെ മുഖത്ത് വിരിയുന്ന ആ സംതൃപ്തിയും സന്തോഷവും കാണുക, അതൊരു വലിയ പുണ്യമായ പ്രവൃത്തിയായി നമ്മൾ കരുതുന്നു. സ്വന്തമായൊരു ബോർഡ് വെച്ച കട, അവിടെ നിറയെ ആളുകൾ, ക്യാഷ് കൗണ്ടറിൽ നിറഞ്ഞ പുഞ്ചിരിയോടെ ഇതൊരു വലിയ സ്വപ്നമാണ്. പക്ഷേ യാഥാർത്ഥ്യം പലപ്പോഴും മറ്റൊന്നാണ്. ഞാനൊരു കഥ പറയാം. ഇത് രവിയുടെ കഥയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെയും കഥയാകാം. രവി നല്ല കൈപുണ്യമുള്ള, ഭക്ഷണത്തെ സ്നേഹിക്കുന്ന ഒരു യുവാവാണ്. അവന്റെ വലിയ ആഗ്രഹമായിരുന്നു നഗരത്തിൽ സ്വന്തമായൊരു റെസ്റ്റോറന്റ്. അവൻ ബാങ്കിൽ നിന്ന് ലോണെടുത്തു, സുഹൃത്തുക്കളിൽ നിന്ന് കടം വാങ്ങി, നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഒരു പ്രൈം ലൊക്കേഷൻ കണ്ടുപിടിച്ചു. ഇന്റീരിയർ ഡെക്കറേഷൻ, AC, ഭംഗിയുള്ള ലൈറ്റുകൾ, ഫർണിച്ചർ, യൂണിഫോം ഇട്ട സ്റ്റാഫ്. അവൻ പണം ഒഴുക്കി. ഉദ്ഘാടനം ഗംഭീരമായി നടന്നു. ആദ്യത്തെ കുറച്ചു മാസങ്ങൾ എല്ലാം ഭംഗിയായി പോയി. ആളുകൾ വന്നു, ഭക്ഷണം കഴിച്ചു. പക്ഷേ മെല്ലെ മെല്ലെ കാര്യങ്ങൾ തലകീഴായി മറിഞ്ഞു. നഗരത്തിലെ ആ വലിയ കെട്ടിടത്തിന്റെ വാടക അഥവാ റെന്റ് കൂടിക്കൊണ്ടിരുന്നു. കറന്റ് ബിൽ താങ്ങാവുന്നതിലുമപ്പുറമായി. ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തികയാതെ വന്നു. ഒരു ദിവസം 10 കസ്റ്റമർ കുറഞ്ഞാൽ അന്ന് രവിയുടെ നെഞ്ചിൽ തീയാണ്. ഒടുവിൽ 6 മാസത്തിനുള്ളിൽ കണ്ണീരോടെ ആ സ്വപ്നം അവന് പൂട്ടിക്കെട്ടേണ്ടി വന്നു. രവി തളർന്നുപോയി. കടം മാത്രം ബാക്കിയായി. രവി ചെയ്ത തെറ്റെന്താണ്? അവൻ ഭക്ഷണത്തെ സ്നേഹിച്ചു, പക്ഷേ ബിസിനസിന്റെ പുതിയ നിയമങ്ങൾ അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ പണം മുടക്കിയത് ഷോ കാണിക്കാനാണ്, രുചി വിൽക്കാനല്ല. സുഹൃത്തെ, ഇന്നത്തെ കാലത്ത് വിജയിക്കാൻ വേണ്ടത് വലിയ ഷോറൂമല്ല, വലിയ ബുദ്ധിയാണ്. സ്വാഗതം ഒരു പുതിയ ലോകത്തേക്ക്. ഇവിടെ വാടകയെന്ന വലിയ ബാധ്യതയില്ല, ലക്ഷങ്ങൾ മുടക്കിയുള്ള ഇന്റീരിയർ ആവശ്യമില്ല, വെയിറ്റർമാർ വേണ്ട, പാർക്കിംഗ് വേണ്ട. പക്ഷേ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ കഴിയുന്ന ഒരു മാന്ത്രിക ലോകം. അതിന്റെ പേരാണ് ക്ലൗഡ് കിച്ചൻ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വെറുമൊരു ബിസിനസ് ഐഡിയയല്ല. ഇത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ബ്ലൂ പ്രിന്റാണ്. 0-ൽ നിന്ന് തുടങ്ങി മാസം ലക്ഷങ്ങളിലെത്തുന്ന ഒരു യാത്ര. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന പുസ്തകത്തിൽ നെപ്പോളിയൻ ഹിൽ പറയുന്നത് പോലെ, മനസ്സിൽ കാണാനും വിശ്വസിക്കാനും കഴിയുന്ന എന്തിനേയും നേടാൻ മനുഷ്യന് കഴിയും. ചാപ്റ്റർ 1, അദൃശ്യമായ സാമ്രാജ്യം, ദ ഇൻവിസിബിൾ എംപയർ. എന്താണ് ക്ലൗഡ് കിച്ചൻ? ലളിതമായി പറയാം. ചിന്തിക്കുക, നിങ്ങൾക്ക് രുചികരമായി ഭക്ഷണമുണ്ടാക്കാൻ ഒരു അടുക്കള മാത്രം മതി. നിങ്ങളുടെ ഭക്ഷണം സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ ആളുകൾ ഓർഡർ ചെയ്യുന്നു. അത് പാക്ക് ചെയ്ത് ഡെലിവറി ബോയ് വന്ന് കൊണ്ടുപോകുന്നു. അത് നേരിട്ട് കസ്റ്റമറുടെ വീട്ടിലെത്തുന്നു. കസ്റ്റമർ നിങ്ങളുടെ അടുക്കള കാണുന്നില്ല, അവിടെ ഇരിക്കാൻ കസേരകളില്ല, പക്ഷേ നിങ്ങളുടെ ഭക്ഷണം അവരുടെ ഹൃദയം കീഴടക്കുന്നു. ഇതിനെയാണ് ക്ലൗഡ് കിച്ചൻ അല്ലെങ്കിൽ ഘോസ്റ്റ് കിച്ചൻ എന്ന് വിളിക്കുന്നത്. ഒരു സാധാരണ റെസ്റ്റോറന്റ് തുടങ്ങാൻ കുറഞ്ഞത് 15 മുതൽ 20 ലക്ഷം രൂപ വരെ വേണ്ടിവരുമ്പോൾ ഒരു ക്ലൗഡ് കിച്ചൻ തുടങ്ങാൻ അതിന്റെ 10-1 പോലും ആവശ്യമില്ല. റിസ്ക് വളരെ കുറവാണ്, പക്ഷെ സമ്പാദ്യമോ? അത് നമ്മളുടെ ചിന്തയ്ക്കും അപ്പുറമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടാവും, ഇത് ഇത്ര എളുപ്പമാണോ? ഉത്തരം അല്ല. എളുപ്പമായിരുന്നെങ്കിൽ എല്ലാവരും ഇത് ചെയ്തേനെ. ഇത് എളുപ്പമല്ല, പക്ഷെ സിമ്പിളാണ്. കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ആർക്കും വിജയിക്കാവുന്ന ഒരു ശാസ്ത്രമാണിത്. ഒരു കൊട്ടാരം പണിയുന്നതിന് മുൻപ് നമ്മൾ അതിന്റെ അടിത്തറ അഥവാ ഫൗണ്ടേഷൻ ശക്തമാക്കണം. ക്ലൗഡ് കിച്ചന്റെ അടിത്തറ എന്താണ്? അത് കോൺസെപ്റ്റ് അഥവാ നിഷാണ്. പലരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാമോ? അവർക്കുണ്ടാക്കാൻ അറിയാവുന്ന എല്ലാം അവർ മെനുവിലിടും. ബിരിയാണി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ബർഗർ, പിസ്സ, ജ്യൂസ് എല്ലാം കൂടി ഒരു സാമ്പാർ പരുവം. സ്റ്റോപ്പ്! അത് ചെയ്യരുത്. നിങ്ങളുടെ ക്ലൗഡ് കിച്ചൻ വിജയിക്കണമെങ്കിൽ നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആവണം. ഡോക്ടർമാരെ നോക്കൂ. ജനറൽ ഫിസിഷ്യനേക്കാൾ വിലയും ഡിമാൻഡും ഹാർട്ട് സർജനും ന്യൂറോ സർജനുമാണ്, അല്ലേ? കാരണം അവർ ഒരു കാര്യത്തിൽ വിദഗ്ധരാണ്. അതുപോലെ നിങ്ങളുടെ ക്ലൗഡ് കിച്ചൻ ഒരു പ്രത്യേക വിഭാഗത്തിൽ അഥവാ നിഷിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഉദാഹരണത്തിന് ഹെൽത്തി ബൗൾസ്, IT ഫീൽഡിൽ ജോലി ചെയ്യുന്നവർക്കു വേണ്ടി എണ്ണ കുറഞ്ഞ പോഷകഗുണമുള്ള ഭക്ഷണങ്ങൾ. ലേറ്റ് നൈറ്റ് ക്രേവിംഗ്സ്, രാത്രി 12 മണിക്ക് ശേഷം വിശക്കുന്നവർക്കു വേണ്ടി മാത്രമുള്ള കിച്ചൻ. ഗ്രാൻഡ്മാസ് റെസിപ്പീസ്, ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്ക് അമ്മയുടെ കൈപുണ്യം കിട്ടുന്ന നാടൻ ഭക്ഷണങ്ങൾ. ബിരിയാണി ഓൺലി, പലതരം ബിരിയാണികൾ മാത്രം കിട്ടുന്ന സ്ഥലം. നിങ്ങളുടെ ചുറ്റുമുള്ള മാർക്കറ്റിനെ പഠിക്കുക. എന്താണ് അവിടെ ഇല്ലാത്തത്? ഫൈൻഡ് ദ ഗ്യാപ്പ് ആൻഡ് ഫിൽ ഇറ്റ്. വിടവ് കണ്ടെത്തുക, അത് നികത്തുക. ഒരു പെൺകുട്ടിയുടെ ഉദാഹരണം പറയാം. പേര് അഞ്ജലി. ജോലി നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയം. അവൾക്ക് നന്നായി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. അവൾ വേറെ ഒന്നും ഉണ്ടാക്കില്ല, വെറും 5 തരം സാൻഡ്വിച്ചുകൾ മാത്രം.
പക്ഷേ ആ 5 അത് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. അവൾ സ്വന്തം വീട്ടിലെ അടുക്കളയിൽ നിന്ന് തുടങ്ങി. ഇൻസ്റ്റഗ്രാമിൽ ഫോട്ടോസ് ഇട്ടു. ഇന്ന് അവൾക്ക് നഗരത്തിൽ 4 ക്ലൗഡ് കിച്ചണുകളുണ്ട്. അവളുടെ വിജയത്തിന്റെ രഹസ്യം ഫോക്കസ്. അവൾ എല്ലാം ചെയ്യാൻ ശ്രമിച്ചില്ല. ചെയ്ത കാര്യം ഏറ്റവും മികച്ചതായി ചെയ്തു. ചാപ്റ്റർ 3 ലൊക്കേഷൻ എന്ന മിഥ്യ, ദ ലൊക്കേഷൻ മിത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സാധാരണ റെസ്റ്റോറന്റിന് ലൊക്കേഷൻ ജീവശ്വാസം പോലെ പ്രധാനമാണ്. മെയിൻ റോഡിൽ തന്നെ വേണം, പാർക്കിംഗ് വേണം. പക്ഷേ ക്ലൗഡ് കിച്ചനോ? ക്ലൗഡ് കിച്ചന് ലൊക്കേഷൻ പ്രധാനമാണ്, പക്ഷേ അത് പ്രൈം ലൊക്കേഷൻ ആവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ മെയിൻ റോഡിൽ ലക്ഷങ്ങൾ അഡ്വാൻസ് കൊടുത്ത് കെട്ടിടമെടുക്കേണ്ട ആവശ്യമില്ല. ഒരു കെട്ടിടത്തിന്റെ ഫസ്റ്റ് ഫ്ലോറിലോ അല്ലെങ്കിൽ തിരക്കില്ലാത്ത ഒരു ഇടവഴിയിലോ, അതുമല്ലെങ്കിൽ ലൈസൻസ് അനുവദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിലോ ഇത് തുടങ്ങാം. ഒരേ ഒരു കണ്ടീഷൻ, ഡെലിവറി ബോയ്ക്ക് വന്നു പോകാൻ എളുപ്പമുള്ള സ്ഥലമായിരിക്കണം. ഗൂഗിൾ മാപ്പിൽ കൃത്യമായി ലൊക്കേഷൻ കിട്ടണം. ഇതിന്റെ ഗുണമെന്താണ്? ലോ റെന്റ്, കുറഞ്ഞ വാടക. ഒരു സാധാരണ റെസ്റ്റോറന്റ് 50,000 രൂപ വാടക കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് 10,000-15,000 രൂപയ്ക്ക് ക്ലൗഡ് കിച്ചൺ സെറ്റ് ചെയ്യാം. ബാക്കി വരുന്ന 35,000 രൂപയോ? അത് നിങ്ങളുടെ ലാഭമാണ് സുഹൃത്തെ. കച്ചവടം തുടങ്ങുന്നതിന് മുൻപേ നിങ്ങൾ ലാഭമുണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. ഇതാണ് സ്മാർട്ട് ബിസിനസ്. പണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചിലവാക്കാതെ ഫുഡിന്റെ ക്വാളിറ്റിയിൽ ചിലവാക്കുക. കസ്റ്റമർക്ക് വേണ്ടത് നല്ല ഭക്ഷണമാണ്, അല്ലാതെ നിങ്ങൾ പാചകം ചെയ്യുന്നത് മാർബിൾ പതിച്ച കൊട്ടാരത്തിലാണോ അതോ ചെറിയ മുറിയിലാണോ എന്ന് അവർക്കറിയേണ്ടതില്ല. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ഉദിക്കുന്നുണ്ടാകും. എനിക്ക് അടുക്കളയുണ്ട്, ഐഡിയയുണ്ട്, സ്ഥലവുമുണ്ട്. പക്ഷെ എങ്ങനെ ഇത് മക്കളിൽ എത്തിക്കും? എങ്ങനെ ലൈസൻസ് എടുക്കും? എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം? പേടിക്കണ്ട. ഒരു വീട് പണിയുമ്പോൾ അടിത്തറ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് തൂണുകളും ചുമരുകളുമാണ്. അടുത്ത ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മൾ ദ മെനു എഞ്ചിനീയറിംഗ്, മെനു എങ്ങനെ സെറ്റ് ചെയ്യാം, ലൈസൻസസ്, നിയമപരമായ കാര്യങ്ങൾ, എക്യുപ്മെന്റ്സ്, അടുക്കള സജ്ജീകരണം എന്നിവയിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതാണ് ഈ ബിസിനസിന്റെ എഞ്ചിൻ. എഞ്ചിൻ നല്ലതല്ലെങ്കിൽ വണ്ടി ഓടില്ല. കാര്യങ്ങൾ ഗൗരവമായി തുടങ്ങുന്നേയുള്ളൂ. ഈ യാത്ര തുടരാൻ നിങ്ങൾ തയ്യാറാണോ? നമ്മളൊരു യുദ്ധത്തിനിറങ്ങുമ്പോൾ കയ്യിൽ വാള് മാത്രം പോരാ, ദേഹം സംരക്ഷിക്കാൻ ഒരു കവചം കൂടി വേണം. ബിസിനസ്സിൽ ആ കവചമാണ് ലൈസൻസ്. പലരും പേടിക്കുന്നൊരു കാര്യമാണിത്. സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങണോ, കൈക്കൂലി കൊടുക്കണോ? പേടിക്കണ്ട. ക്ലൗഡ് കിച്ചൺ തുടങ്ങാൻ നിങ്ങൾക്ക് വലിയ നൂലാമാലകളില്ല. പ്രധാനമായും വേണ്ടത് 3 കാര്യങ്ങളാണ്. FSSAI ലൈസൻസ് അഥവാ ഫുഡ് സേഫ്റ്റി ലൈസൻസ്. ഇതാണ് ഭക്ഷണ ബിസിനസിന്റെ ആധാർ കാർഡ്. ഇത് ഓൺലൈനായി വെറും ഒരാഴ്ച കൊണ്ടെടുക്കാം. വർഷത്തേക്ക് 100 രൂപ മുതൽ ഫീസ് തുടങ്ങുന്നുള്ളൂ. ഇത് നിങ്ങളുടെ കിച്ചണിന്റെ വിശ്വാസ്യത അഥവാ ട്രസ്റ്റ് കൂട്ടും. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും രജിസ്റ്റർ ചെയ്യാൻ ഇത് നിർബന്ധമാണ്. GST രജിസ്ട്രേഷൻ. തുടക്കത്തിൽ 20 ലക്ഷത്തിന് താഴെയാണ് വിറ്റുവരവെങ്കിൽ GST നിർബന്ധമില്ല. പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ചേർക്കാൻ ഇപ്പോൾ GST ആവശ്യമായി വരുന്നുണ്ട്. അതും സൗജന്യമായി ഓൺലൈനിലെടുക്കാം. ഫയർ ആൻഡ് സേഫ്റ്റി അല്ലെങ്കിൽ ലോക്കൽ പഞ്ചായത്ത് ലൈസൻസ്. നിങ്ങൾ തുടങ്ങുന്ന കെട്ടിടത്തിനനുസരിച്ച് ചെറിയൊരു അനുമതിപത്രം. സുഹൃത്തെ, ഇതൊരു ചിലവല്ല, ഇതൊരു നിക്ഷേപമാണ്. നാളെ നിങ്ങളുടെ കിച്ചൺ വളർന്നു വലുതാകുമ്പോൾ ആരും വന്ന് വിരട്ടാതിരിക്കാൻ ഈ പേപ്പറുകൾ നിങ്ങളെ സഹായിക്കും. നിയമപരമായി നിങ്ങൾ ശക്തനാണെങ്കിൽ ബിസിനസ്സിൽ നിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാം. ചാപ്റ്റർ 5 മെനു എന്ന മാന്ത്രിക വിദ്യ, ദ മെനു എഞ്ചിനീയറിംഗ്. ഇവിടെയാണ് കളി മാറുന്നത്. ഒരു സാധാരണ റെസ്റ്റോറന്റിൽ വെയിറ്റർ വന്ന് ഭക്ഷണം നിർദ്ദേശിക്കും. എന്നാൽ ഓൺലൈനിൽ നിങ്ങളുടെ മെനു ആണ് വെയിറ്റർ. അത് സംസാരിക്കണം. മെനു ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 3 നിയമങ്ങൾ. നിയമം 1. കണ്ണുകൾക്കാണ് ആദ്യം വിശക്കുന്നത്. നിങ്ങളുടെ ബിരിയാണി എത്ര രുചിയുള്ളതാണെങ്കിലും അതിന്റെ ഫോട്ടോ കാണുമ്പോൾ കസ്റ്റമർക്ക് കൊതി വന്നില്ലെങ്കിൽ അവർ ഓർഡർ ചെയ്യില്ല. അതുകൊണ്ട് നല്ലൊരു ഫോട്ടോഗ്രാഫറെ വെച്ച് ഫോട്ടോ എടുക്കുക. അത് അനാവശ്യ ചിലവല്ല, അതാണ് നിങ്ങളുടെ പരസ്യം. നിയമം 2. വിവരണങ്ങൾ കഥ പറയണം. വെറുതെ ചിക്കൻ ഫ്രൈ 150 എന്നെഴുതാതെ നാടൻ മസാലയിൽ കുളിപ്പിച്ച് വെളിച്ചെണ്ണയിൽ മുരിച്ചെടുത്ത അമ്മയുടെ രുചിയുള്ള ചിക്കൻ ഫ്രൈ എന്നെഴുതി നോക്കൂ. വായിക്കുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറുന്നില്ലേ? കസ്റ്റമർ ആ രുചി ഭാവനയിൽ കാണണം. നിയമം 3. കുറഞ്ഞതാണ് നല്ലത്. ലെസ് ഈസ് മോർ. 100 ഐറ്റംസ് മെനുവിൽ കുത്തിമിറക്കരുത്. കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആകും. നിങ്ങൾക്ക് ഏറ്റവും നന്നായി ഉണ്ടാക്കാൻ അറിയാവുന്ന 15-20 ഐറ്റംസ് മാത്രം വയ്ക്കുക. അത് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാനും സാധിക്കും, വേസ്റ്റ് കുറയുകയും ചെയ്യും. ഓർക്കുക, മെനു എന്നത് വിലവിവരപ്പട്ടികയല്ല, അതൊരു സെയിൽസ്മാനാണ്. ഇനി നമുക്ക് അടുക്കളയിലേക്ക് കടക്കാം. ഇവിടെയാണ് പലരും പണം നശിപ്പിക്കുന്നത്. തുടക്കത്തിൽ തന്നെ ലക്ഷങ്ങൾ വിലയുള്ള വലിയ ഓവനും ഫ്രിഡ്ജും വാങ്ങിക്കൂട്ടും. വേണ്ട, ലീൻ സ്റ്റാർട്ടപ്പ് എന്നൊരു മെത്തേഡുണ്ട്. അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങുക. ഒരു ക്ലൗഡ് കിച്ചൺ തുടങ്ങാൻ അത്യാവശ്യം വേണ്ടത് ഒരു നല്ല ഗ്യാസ് സ്റ്റൗ
ഹൈ പ്രഷർ, വിഭവങ്ങൾ കേടാവാതെ ഇരിക്കാൻ ഒരു ഫ്രിഡ്ജോ ഫ്രീസറോ, ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ടേബിൾ, ഭക്ഷണം പാക്ക് ചെയ്യാൻ, നല്ല വായുസഞ്ചാരത്തിന് ഒരു എക്സോസ്റ്റ് ഫാൻ. പുതിയത് വാങ്ങാൻ കാശില്ലേ? OLXലോ അല്ലെങ്കിൽ പൂട്ടിപ്പോയ റെസ്റ്റോറന്റുകളിൽ നിന്നോ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വാങ്ങുക. പാചകത്തിന് പഴയ പാത്രം ഉപയോഗിച്ചാലും പുതിയ പാത്രം ഉപയോഗിച്ചാലും രുചി കൈപുണ്യത്തിലാണ്, പാത്രത്തിലല്ല. ഇവിടെ പ്രധാനം വർക്ക് ഫ്ലോയാണ്. ഓർഡർ വരുന്നു, കുക്ക് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു, ഡെലിവറി ബോയ്ക്ക് കൊടുക്കുന്നു. ഈ പ്രക്രിയ ഒട്ടും തടസ്സമില്ലാതെ നടക്കണം. ഒരു 15 മിനിറ്റിനുള്ളിൽ ഭക്ഷണം റെഡിയായിരിക്കണം. കാരണം ഓൺലൈൻ ലോകത്ത് വേഗതയാണ് രാജാവ്. വൈകുന്ന ഓരോ മിനിറ്റും കസ്റ്റമറുടെ ദേഷ്യം കൂട്ടും. അത് മോശം റിവ്യൂ ആയി മാറും. ഇപ്പോൾ നമ്മൾ അടുക്കള സെറ്റ് ചെയ്തു, ലൈസൻസ് എടുത്തു, മെനുവും റെഡിയാക്കി. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ വണ്ടി ഓടിക്കാൻ ഇന്ധനം വേണം. ബിസിനസ്സിലെ ഇന്ധനം മാർക്കറ്റിംഗ് ആണ്. നിങ്ങളുണ്ടാക്കുന്ന ഭക്ഷണം ലോകത്തിലെ ഏറ്റവും രുചികരമായിരിക്കാം. പക്ഷേ അത് നിങ്ങളുടെ അടുക്കളയിലുണ്ടെന്ന് നാട്ടുകാർ അറിഞ്ഞില്ലെങ്കിൽ ആര് വാറും? സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും എങ്ങനെ മുകളിൽ വരാം? ഇൻസ്റ്റഗ്രാം വഴി എങ്ങനെ സ്വന്തമായി ഓർഡർ പിടിക്കാം? എങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കാം? അടുത്ത ഭാഗത്ത് നമ്മൾ ദ മാർക്കറ്റിംഗ് മാസ്റ്ററിയിലേക്കും പാക്കേജിംഗ് സീക്രട്സിലേക്കും കടക്കും. അത് നിങ്ങളുടെ കച്ചവടത്തെ അടുത്ത ലെവലിലേക്ക് എത്തിക്കും. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അടുക്കള റെഡി, ഭക്ഷണം റെഡി. ഇനി ഇത് ലോകമറിയണം. പലരും കരുതുന്നത് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ലിസ്റ്റ് ചെയ്താലുടനെ ഓർഡറുകൾ പ്രവഹിക്കുമെന്നാണ്. തെറ്റാണ്. അവിടെ ആയിരക്കണക്കിന് വേറെ കടകളുണ്ട്. അവരെ മറികടന്ന് നിങ്ങളുടെ കട എങ്ങനെ കസ്റ്റമറുടെ കണ്ണിൽപ്പെടും? ഇവിടെയാണ് അൽഗോരിതം കളിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ്. തുടക്കത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഓർഡർ ചെയ്ത് നല്ല റിവ്യൂ ഇടാൻ പറയുക. 4.5 സ്റ്റാറിന് മുകളിൽ റേറ്റിംഗ് ഉണ്ടെങ്കിൽ ആപ്പ് തന്നെ നിങ്ങളെ മുകളിൽ കാണിക്കും. പ്രിപ്പറേഷൻ ടൈം. ഓർഡർ വന്നാൽ എത്ര വേഗത്തിൽ നിങ്ങളത് ഡെലിവറി ബോയ്ക്ക് കൈമാറുന്നു. വേഗത്തിൽ കൊടുത്താൽ ആപ്പ് നിങ്ങൾക്ക് കൂടുതൽ ഓർഡറുകൾ തരും. ഇൻസ്റ്റഗ്രാം മാർക്കറ്റിംഗ്. ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് വായ്കൊണ്ടല്ല, കണ്ണുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞു. പാചകം ചെയ്യുന്ന വീഡിയോകൾ, വൃത്തിയുള്ള അടുക്കള, പാക്കിംഗ് ചെയ്യുന്ന രീതി, ഇതൊക്കെ റീൽസായി ഇൻസ്റ്റഗ്രാമിൽ ഇടുക. ഒരു രഹസ്യം പറയട്ടെ, ആളുകൾക്ക് ബ്രാൻഡുകളേക്കാൾ ഇഷ്ടം വ്യക്തികളെയാണ്. നിങ്ങളുടെ മുഖം കാണിക്കുക, നിങ്ങളുടെ കഥ പറയുക. ഇതെന്റെ സ്വപ്നമാണ് എന്ന് പറയുന്ന ഒരാളോട് കസ്റ്റമർക്കൊരു പ്രത്യേക സ്നേഹം തോന്നും. ഓർഡർ കസ്റ്റമറുടെ കയ്യിൽ കിട്ടുമ്പോഴുള്ള ആ ആദ്യത്തെ നിമിഷം, അതാണ് അൺബോക്സിംഗ് എക്സ്പീരിയൻസ്. കറികൾ ഒഴുകിപ്പോയ പൊട്ടിയ പ്ലാസ്റ്റിക് കവറിലാണ് ഭക്ഷണം കിട്ടുന്നതെങ്കിൽ രുചി എത്ര നന്നായാലും കസ്റ്റമർക്ക് വെറുപ്പ് തോന്നും. പാക്കേജിംഗിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സ്പിൽ പ്രൂഫ്. ഒന്നും പുറത്തുപോകാത്ത പാത്രങ്ങൾ ഉപയോഗിക്കുക. ബ്രാൻഡിംഗ്. കവറിന് പുറത്ത് നിങ്ങളുടെ ലോഗോ ഉള്ള ഒരു സ്റ്റിക്കർ ഒട്ടിക്കുക. ദ പേഴ്സണൽ ടച്ച്. ഇതാണ് ഗെയിം ചേഞ്ചർ. ഭക്ഷണത്തിന്റെ കൂടെ കൈപ്പടയിൽ എഴുതിയ ഒരു ചെറിയ കത്ത് വയ്ക്കുക. ഈ ഭക്ഷണം ഞങ്ങൾ സ്നേഹത്തോടെ ഉണ്ടാക്കിയതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണേ. വിശ്വസ്തയോടെ രവി. ഇത് വായിക്കുമ്പോൾ കസ്റ്റമറുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിയുന്നില്ലേ? അടുത്ത തവണ അവർ വേറെ കട അന്വേഷിക്കില്ല, നിങ്ങളെ തന്നെ തേടിവരും. ഇതാണ് ക്ലൗഡ് കിച്ചൺ ബിസിനസ്സിലെ ഏറ്റവും വലിയ മാന്ത്രിക വിദ്യ. ഇതിനെ മൾട്ടി ബ്രാൻഡ് കിച്ചൺ എന്ന് വിളിക്കുന്നു. ചിന്തിക്കുക, നിങ്ങൾക്കൊരു അടുക്കളയുണ്ട്. അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ബിരിയാണി വിറ്റാൽ വൈകുന്നേരം കച്ചവടം കുറവായിരിക്കും. അപ്പോൾ എന്തു ചെയ്യും? അതേ അടുക്കളയിൽ അതേ ജോലിക്കാരെ വെച്ച് അതേ ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ രണ്ടാമതൊരു ബ്രാൻഡ് കൂടി തുടങ്ങുന്നു. ഉദാഹരണത്തിന് ബ്രാൻഡ് 1 തലശ്ശേരി ദം ബിരിയാണി, ഉച്ചയ്ക്ക് വേണ്ടി. ബ്രാൻഡ് 2 ഹെൽത്തി സാലഡ് ബൗൾ, ഡയറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി. ബ്രാൻഡ് 3 മിഡ്നൈറ്റ് ക്രേവിംഗ്സ്, രാത്രി മാത്രം പ്രവർത്തിക്കുന്ന ബർഗർ സാൻഡ്വിച്ച് കട. കസ്റ്റമർ കാണുന്നത് 3 വ്യത്യസ്ത കടകളെയാണ്. പക്ഷേ സ്വിഗ്ഗിയിലെ ഡെലിവറി ബോയ് വരുന്നത് ഒരേ സ്ഥലത്തേക്കാണ്, നിങ്ങളുടെ അടുക്കളയിലേക്ക്. വാടക ഒന്നുമാത്രം, ചിലവ് ഒന്നുമാത്രം, പക്ഷെ വരുമാനം 3 വഴികളിലൂടെ. ഇതാണ് ബുദ്ധിപൂർവമുള്ള കച്ചവടം. രവിയുടെ കഥ ഓർമ്മയുണ്ടല്ലോ? അവൻ പഴയതുപോലെ പണം ധൂർത്തടിച്ചില്ല. അവനൊരു ചെറിയ മുറിയിൽ തുടങ്ങി. രുചിയിൽ ശ്രദ്ധിച്ചു, കസ്റ്റമറെ സ്നേഹിച്ചു. ഇന്നവന്റെ ക്ലൗഡ് കിച്ചൺ നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ബ്രാൻഡാണ്. അവൻ കടക്കണിയിൽ നിന്ന് കരകയറി ഇന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു. സുഹൃത്തെ, ഏറ്റവും വലിയ ദൂരം നിങ്ങളുടെ തലയിൽ നിന്ന് കൈകളിലേക്കുള്ള ദൂരമാണ്. ആലോചിച്ച് സമയം കളയരുത്. എല്ലാം തികഞ്ഞിട്ട് തുടങ്ങാമെന്ന് വെച്ചാൽ ഒരിക്കലും തുടങ്ങാൻ പറ്റില്ല. ഉള്ളത് വെച്ച് തുടങ്ങുക. ഇന്ന് തന്നെ തുടങ്ങുക. പരാജയപ്പെടുമോ എന്ന് പേടിയുണ്ടോ? ഉണ്ടാകാം. പക്ഷെ ശ്രമിച്ചില്ലെങ്കിൽ വിജയിക്കുമോ എന്ന് എങ്ങനെ അറിയും? നിങ്ങളുടെ കയ്യിൽ ഒരു സ്പൂൺ രുചിയുണ്ടെങ്കിൽ
അത് ലോകത്തിന് വിളമ്പാൻ മടിക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്കൊരു വെളിച്ചം നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആർക്കറിയാം, അടുത്ത വലിയ ഫുഡ് ബ്രാൻഡ് തുടങ്ങാൻ പോകുന്നത് നിങ്ങളാവാം. കൂടുതൽ ബിസിനസ് ഐഡിയകൾക്കും മോട്ടിവേഷനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാണാം വിജയത്തിന്റെ കൊടുമുടിയിൽ വെച്ച്.